പറവൂരിൽ സ്ഥാനാർത്ഥിത്വം ആവശ്യപ്പെട്ട എറണാകുളം DCC ജനറൽ സെക്രട്ടറി MJ രാജു സീറ്റ് ചോദിച്ചു KPCCക്കും AICCക്കും MJ രാജു നൽകിയ കത്തിന്റെ പകർപ്പ് മീഡിയ വണിന് ലഭിച്ചു. സീറ്റ് ലഭിച്ചില്ല എങ്കിൽ വിമതനായി മത്സരിക്കുമെന്ന മുന്നറിയിപ്പുമുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് പറവൂരിലെ സിറ്റിംഗ് MLA. പറവൂർ കോൺഗ്രസിലെ വിഭാഗീയതയാണ് MJ രാജുവിന്റെ നീക്കത്തിന് പിന്നിലെന്നാണ് സൂചന. MK ഷുക്കൂർ വിവരങ്ങൾ നൽകാനായി ചേരുന്നു. ഷുക്കൂർ, VD സതീശന്റെ മണ്ഡലമാണ് പറവൂർ. അവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആവശ്യവുമായി MJ രാജു രംഗത്തെത്താൻ കാരണം? കോൺഗ്രസിന്റെ 2 സിറ്റിംഗ് MLA-മാർ ഒഴിച്ച്, അതായത് പാലക്കാടും തൃപ്പൂണിത്തുറയിലുമുള്ള 2 പേരൊഴിച്ച് ബാക്കി എല്ലാ സിറ്റിംഗ് MLA-മാരും മത്സരിക്കുമെന്നൊരു ധാരണ ഇതിനകം തന്നെ രൂപപ്പെട്ടതാണ്. അതിനുശേഷമാണിപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ സീറ്റായിട്ടുള്ള പറവൂരിൽ ബ്ലോക്ക് കോൺഗ്രസിന്റെ മുൻ പ്രസിഡന്റും നിലവിലെ DCC ജനറൽ സെക്രട്ടറിയുമായ MJ രാജു സ്ഥാനാർത്ഥിത്വം ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം ഈ തൻ്റെ യോഗ്യതകളെല്ലാം തന്നെ കാണിച്ചുകൊണ്ടുള്ള ഒരു വിശദമായ കത്ത് AICC നേതൃത്വത്തിനും ഒപ്പം തന്നെ KPCC നേതൃത്വത്തിനും കൈമാറിക്കഴിഞ്ഞു. തനിക്ക് സ്ഥാനാർത്ഥിത്വം ലഭിക്കണമെന്ന് തന്നെയാണ് അദ്ദേഹം നേരിട്ട് ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇത്തരമൊരു ആവശ്യം സാധാരണ രീതിയിൽ അംഗീകരിക്കുക എന്നുള്ളത് സാധ്യമല്ല. എങ്കിൽ പോലും അദ്ദേഹം എന്തിന് ഇത്തരമൊരു കത്ത് നൽകി എന്നുള്ളത് സംശയമാണ് പൊതുവെ ഉയരുന്നത്. അദ്ദേഹം തനിക്ക് സീറ്റ് നൽകിയില്ലെങ്കിൽ വിമതനായി മത്സരിക്കുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി അടുത്ത നേതാക്കളോട് പങ്കുവെക്കുന്നുണ്ട്. അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് ഏതാനും പേർ ഈ കത്തിൽ ഒപ്പുവെച്ചിട്ടുമുണ്ട്. അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് KN ചെട്ടിയാർ, അദ്ദേഹം ബ്ലോക്ക് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. ഒപ്പം തന്നെ KP തോമസ്, അദ്ദേഹം പറവൂർ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി, കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിൽ ഏതാനും കോൺഗ്രസിൻ്റെയും പോഷക സംഘടനകളുടെയും പ്രധാനപ്പെട്ട ഭാരവാഹികൾ ഒപ്പുവെച്ച ഒരു കത്ത് കൂടിയാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. ഇത് പറവൂരിലെ കോൺഗ്രസിലെ ഒരു വിഭാഗീയതയുമായി ബന്ധപ്പെട്ട് കൂടിയുള്ള ഒരു പ്രതിഫലനമായാണ് ഇത് കണക്കാക്കുന്നത്. കാരണം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് പറവൂർ മുനിസിപ്പാലിറ്റിയിൽ ഒരു സീറ്റ് ചോദിച്ച് നൽകിയില്ല എന്നൊരു പരാതി ഉണ്ടായിരുന്നു. അതിന് പിറകെയാണിപ്പോൾ അദ്ദേഹത്തിൻ്റെ അതൃപ്തി ഇത്തരത്തിൽ ഒരു സീറ്റ് ചോദിച്ച് പിന്നീട് വിമതനായി മത്സരിക്കാനുള്ള ഒരു താല്പര്യം എന്ന രീതിയിൽ പുറത്തു വരുന്നത്. നിലവിൽ അദ്ദേഹം സീറ്റ് ചോദിച്ച് രംഗത്ത് വന്നിരിക്കുന്നു. അദ്ദേഹം മത്സരിക്കുമോ എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല. നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹം വിമതനായി മത്സരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണെന്നാണ് അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കളിൽ നിന്ന് വ്യക്തമായത്. ഷുക്കൂർ, ഒരു കാര്യം കൂടി, അതായത് കഴിഞ്ഞ തവണ പോലും 20,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് VD സതീശൻ പറവൂരിൽ നിന്ന് വിജയിച്ചു കയറിയത്. അങ്ങനെ ഒരു മണ്ഡലത്തിൽ സ്വാഭാവികമായി മറ്റൊരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് കോൺഗ്രസ് ചിന്തിക്കില്ല. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും MJ രാജു സീറ്റ് ലഭിക്കില്ല എന്ന് ഉറപ്പായിട്ടും ഒരു കത്തുമായി സമീപിക്കാനുള്ള കാരണം? അത് ഇത്തരത്തിൽ വിമതനായി മത്സരിക്കുമ്പോൾ അത് ഏതെങ്കിലും രീതിയിൽ മണ്ഡലത്തെ ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? അദ്ദേഹം കഴിഞ്ഞ 10 വർഷത്തിലധികം കാലം പറവൂർ ബ്ലോക്ക് കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്ന വ്യക്തിയാണ്. അതായത് പറവൂർ മണ്ഡലത്തിന്റെ ഏതാണ്ട് മുഴുവൻ ഭാഗവും ഉൾക്കൊള്ളുന്ന പ്രദേശത്തെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ തലപ്പത്ത് ദീർഘകാലം ഇരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവിടെ മതിയായ അല്ലെങ്കിൽ അത്യാവശ്യം ബന്ധങ്ങളും അതുപോലെ തന്നെ സ്വാധീനവും എല്ലാം ഉണ്ട് എന്ന് തന്നെ പ്രഥമ ദൃഷ്ട്യാ നമ്മൾ മനസ്സിലാക്കണം. അത്തരമൊരു വ്യക്തി ഇത്തരമൊരു കാര്യം ചെയ്യുമ്പോൾ അത് ബോധപൂർവം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെയുള്ള ഒരു നീക്കമായി തന്നെ കണക്കാക്കണം. മാത്രമല്ല, ഇത്തരമൊരു സീറ്റ് ചോദിച്ചാൽ കൊടുക്കില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തവുമാണ്. എന്നിട്ടും അദ്ദേഹം എന്തിന് അത്തരത്തിൽ ചെയ്യുന്നു എന്നുള്ളത് പ്രത്യക്ഷത്തിൽ തന്നെ അത് ഒരു പാർട്ടി വിരുദ്ധ പ്രവർത്തനമായി മനസ്സിലാക്കണം, അല്ലെങ്കിൽ UDF-നെതിരായ ഒരു നീക്കമായി മനസ്സിലാക്കണം. അദ്ദേഹത്തിന് ഏതാനും ചില കോൺഗ്രസ് നേതാക്കളോട് കൂടി പിന്തുണ കൂടിയുണ്ട്. അതൊരു പക്ഷേ സംസ്ഥാനത്ത് പ്രതിപക്ഷ നേതാവിനെ പോലെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെതിരെ ഒരു വിമതനായി കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ ഒരാൾ രംഗത്ത് വരുന്നു എന്ന് പൊതുസമൂഹത്തിൽ ചർച്ചയാക്കാൻ കൂടി അവർ ഉദ്ദേശിച്ചു കാണണം. എന്തായാലും ഇതൊരു പ്രധാനപ്പെട്ട ഒരു വാർത്തയായി തന്നെ മാറുകയാണ്. കാരണം പ്രതിപക്ഷ നേതാവിനെതിരെ പറവൂരിലെ മുൻ ബ്ലോക്ക് കോൺഗ്രസിന്റെ പ്രസിഡന്റ് കൂടിയായിരുന്ന വ്യക്തി നിലവിലെ എറണാകുളം DCC ജനറൽ സെക്രട്ടറി സീറ്റ് ചോദിച്ച് രംഗത്ത് വരുന്നു. ഏതായാലും പ്രതിപക്ഷ നേതാവ് മത്സരിക്കുന്ന പറവൂർ മണ്ഡലത്തിലെ സീറ്റ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് DCC ജനറൽ സെക്രട്ടറി രംഗത്ത് വന്നിരിക്കുന്നത്.